പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പല ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ആ ക്രൈറ്റീരിയകൾ എന്ന് പറയുന്നത് എന്ത് ഇൻസ്ട്രുമെന്റ് ആണ് ട്രേഡ് ചെയ്യുന്നത്, ഓരോ ഇൻസ്ട്രുമെന്റിന്റെയും മെച്യൂരിറ്റിയുടെ ബേസിൽ, പർപ്പസ് ഓഫ് ദ മാർക്കറ്റ്, ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തത് പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി മാർക്കറ്റ്. അപ്പൊ നമ്മൾ ആദ്യം പ്രൈമറി മാർക്കറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൈമറി മാർക്കറ്റ്, the primary market refers to the segment of the financial market where new securities such as stock, bond, other instruments are issued for the first time. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഒരു സെഗ്മെന്റ് ആണ്. ഇവിടെ ചെയ്യുന്നത് ന്യൂ സെക്യൂരിറ്റികളാണ് എന്ന് പറയാം. സ്റ്റോക്ക് ആദ്യമായിട്ട് ട്രേഡ് നടത്തുക, ബോണ്ട് ആദ്യമായിട്ട് ട്രേഡ് നടത്തുക, അതർ ഇൻസ്ട്രുമെന്റുകളൊക്കെ ആദ്യമായിട്ട് ട്രേഡ് ചെയ്യുക, ഫസ്റ്റ് ടൈം ആയിട്ട് ട്രേഡ് എടുത്താൽ ഒരു കമ്പനി അത് ആ കമ്പനിയുടെ സ്റ്റോക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് ടൈമിൽ ട്രേഡ് എടുത്തുന്ന മാർക്കറ്റ് പ്രൈമറി മാർക്കറ്റ്. ദിസ് മാർക്കറ്റ് where companies, government or other entities raise capital by selling newly issued security directly to investors. ഇൻവെസ്റ്റേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് പുതിയ സെക്യൂരിറ്റി സെല്ല് ചെയ്യുന്നതിന്, എന്തിനു വേണ്ടിയിട്ടാണ് സെല്ല് ചെയ്യുന്നത്? കമ്പനീസ്, ഗവൺമെന്റ്, അതർ എൻറ്റിറ്റീസ് എന്താണ് കമ്പനിയുടെ ക്യാപിറ്റൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്. ദ ഫണ്ട് റൈസ്ഡ് ആർ യൂസ്ഡ് ഫോർ വേരിയസ് പർപ്പസ് ഇൻക്ലൂഡിംഗ് ബിസിനസ് എക്സ്പാൻഷൻ, ഡെപ്റ്റ് റീപേയ്മെന്റ് ഓർ ന്യൂ പ്രൊജക്ട്. പുതിയ പ്രൊജക്ടിന് വേണ്ടിയിട്ട്, കമ്പനിയുടെ ഡെപ്റ്റ് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട്, ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ്: ഒന്ന്, ഡയറക്റ്റ് ഫണ്ട് റൈസിങ്, ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് റൈസ് ചെയ്യുന്നു. കമ്പനീസ് ഓർ ഇഷ്യൂസ് റിസീവ് മണി ഡയറക്ട്ലി ഫ്രം ഇൻവെസ്റ്റേഴ്സ് ബൈ ഇഷ്യൂയിങ് ന്യൂ സെക്യൂരിറ്റി. പുതിയ സെക്യൂരിറ്റി ഡയറക്റ്റ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ഇൻഷുറൻസ്, സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഫ്രഷ് ഇഷ്യൂസ് ആണ്. നോട്ട് ട്രേഡിംഗ് സെക്യൂരിറ്റീസ് ആർ നോട്ട് ട്രേഡഡ് ഇൻ ദി മാർക്കറ്റ്. ഈ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ദേ ആർ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. വൺസ് പർച്ചേസ്ഡ് ഇൻവെസ്റ്റേഴ്സ് മേ ട്രേഡ് ദം ഇൻ ദ സെക്കൻഡറി മാർക്കറ്റ്. ഒരു വട്ടം ഇൻവെസ്റ്റേഴ്സ്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ, അവരെന്ത് ചെയ്യും, പിന്നീട് സെക്കൻഡറി മാർക്കറ്റിലേക്കാണ് അത് വിൽക്കുക. ഫെസിലിറ്റേറ്റ് ക്യാപിറ്റൽ ഫോർമേഷൻ, ഇതിലൂടെ ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടായിരിക്കും. ഇനി ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി പ്രൈമറി മാർക്കറ്റ്. ഒന്നാമത്തേത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. when company offers its shares to the public for the first time. ആദ്യമായിട്ട് കമ്പനിയുടെ ഷെയർ ഓഫർ ചെയ്യണം ഒരു കമ്പനിക്ക്. കമ്പനിയുടെ ഇതിന്റെ ഷെയർ എന്ത് ചെയ്യാണ്, ആളുകൾക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് ഓഫർ ചെയ്യുന്നതിനെ എന്ത് പറയാം, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയും. സ്റ്റാർട്ടപ്പ് ഡിസൈഡിങ് ടു ലിസ്റ്റ് ഈ ഷെയർസ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർ ദ ഫസ്റ്റ് ടൈം. ഒരു പുതിയ സ്റ്റാർട്ടപ്പ് എന്ത് ചെയ്യാണ്, ആ കമ്പനിയുടെ ഷെയർ, സ്റ്റാർട്ടപ്പിന്റെ ഷെയർ എന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ലിസ്റ്റ് ചെയ്യണതിന് എന്ത് പറയാം, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയും. ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ്. വെൻ ലിസ്റ്റഡ് കമ്പനി ഇഷ്യൂസ് അഡീഷണൽ ഷെയർസ് ടു റൈസ് മോർ ഫണ്ട്. മുൻപുള്ള ഒരു കമ്പനി എന്ത് ചെയ്യണം, ആ കമ്പനി എന്ത് ചെയ്യണം, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഷെയറുകൾ ആദ്യം ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അവരെന്ന് അഡീഷണൽ ആയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന, പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്, ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടി. കമ്പനി ആൾറെഡി ലിസ്റ്റഡ് ഓൺ ദ എക്സ്ചേഞ്ച് റൈസിംഗ് മോർ ക്യാപിറ്റൽ ത്രൂ ന്യൂ ഷെയർസ്. പ്രൈവറ്റ് പ്ലേസ്മെന്റ്. അടുത്തത് പ്രൈവറ്റ് പ്ലേസ്മെന്റ്. Securities are sold to select group of investors like institutional investors rather than general public. General publicനല്ലാതെ ഒരു സെലക്ട് ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനും സോൾഡ് ചെയ്യുന്നതിനെ എന്ത് പറയാ, പ്രൈവറ്റ് പ്ലേസ്മെന്റ്. റൈറ്റ് ഇഷ്യൂ. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആർ ഗിവൻ ടു റൈറ്റ് ടു പർച്ചേസ് അഡീഷണൽ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ടഡ് പ്രൈസ് ഇൻ പ്രപ്പോർഷൻ ടു ദെയർ എക്സിസ്റ്റിംഗ് ഹോൾഡിംഗ്. മുൻപ് ഈ ഒരു കമ്പനിയുടെ ഷെയർ എടുത്ത ആളുകൾക്ക് വീണ്ടും അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്യാം, ആ കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുകയാണ് അറ്റ് ഡിസ്കൗണ്ട് പ്രൈസിലെ ഇൻ പ്രപ്പോർഷൻ ഇൻ ദെയർ എക്സിസ്റ്റിംഗ് ഹോൾഡിംഗ്. നിലവിൽ ഹോൾഡ് ചെയ്തതിന്റെ പ്രപ്പോർഷന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷെയർ പറഞ്ഞാൽ ഞാനൊരു കമ്പനി തുടങ്ങി, കമ്പനിക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്റെ കമ്പനിയുടെ ഷെയർ എന്ത് ചെയ്യണം, മറ്റൊരാൾക്ക് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ അത് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്നതിനെ നമ്മൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയും. എന്റെ കമ്പനി ആദ്യം ഈ ഷെയറിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ആയിട്ട് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെയ്യണമെങ്കിൽ ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയും. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് സെലക്ടഡ് ഇൻവെസ്റ്റേഴ്സിന് സോൾഡ് ചെയ്യുന്ന ഷെയർ സെക്യൂരിറ്റി സോൾഡ് ചെയ്യുന്നതിന് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് എന്റെ കമ്പനി മുൻപ് കൊടുത്തതാണ്, ആ വാങ്ങിയ ആളുകൾക്ക് അഡീഷണൽ ആയിട്ട് ഷെയർ ഡിസ്കൗണ്ട് പ്രൈസിൽ അവരുടെ എത്രയാണ് എന്റെ കമ്പനിയുടെ ഷെയർ പ്രപ്പോർഷൻ എടുത്തത് അതിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതിന് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അടുത്ത preferential allotment. Preferential securities are issued to a specific group of investors at a predetermined price, often used to raise fund quickly. പെട്ടെന്ന് ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
മുൻപ് ഡിറ്റർമിൻ ചെയ്ത പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നതിന് എന്ത് പറയാ, പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇതിലെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് പ്രൈമറി മാർക്കറ്റിൽ ഒന്ന് ഇഷ്യൂവേഴ്സ്. ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് കമ്പനീസ്, ഗവൺമെന്റ്, ഓർഗനൈസേഷൻ, റൈസിംഗ് ഫണ്ട്. പിന്നെ രണ്ടാമത് ഇൻവെസ്റ്റേഴ്സ്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ്. ഇവരാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അണ്ടർ റൈറ്റേഴ്സ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെൽപ്പ് ഇഷ്യൂസ് സെൽ സെക്യൂരിറ്റി ടു ദ പബ്ലിക്. ഇത് റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹെൽപ്സ് കമ്പനീസ് റൈസ് ലോങ് ടേം ക്യാപിറ്റൽ. ലോങ് ടേമിലേക്ക് ക്യാപിറ്റൽ കണ്ടെത്തുന്നതിന് ഇത് സഹായകരമാണ്. അലോസ് ഇൻവെസ്റ്റേഴ്സ് ടു ആക്സസ് ഷെയർസ് അറ്റ് ദെയർ ഇനീഷ്യൽ ഓഫർ പ്രൈസ്. ഇനീഷ്യൽ ഓഫർ പ്രൈസിൽ ഷെയർ ഇൻവെസ്റ്റേഴ്സിന് കണ്ടെത്താൻ സാധിക്കും. പ്രൊമോട്ട് എക്കണോമിക് ഗ്രോത്ത് ബൈ പ്രൊവൈഡിംഗ് ഫണ്ട് ഫോർ പ്രൊജക്ട് ആൻഡ് ബിസിനസ്. ഓക്കെ, ഇതാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പ്രൈമറി മാർക്കറ്റ് ഒരു എക്കോണമിയിൽ സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്രൊഡക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടും ബിസിനസ് ഗ്രോത്ത് പോസ്റ്റർ ചെയ്യുന്നതിന്, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനൊക്കെ വലിയ ക്രൂഷ്യൽ റോൾ ഇത് വഹിക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തത് സെക്കൻഡറി മാർക്കറ്റ് ആണ് പറയുന്നത്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഈസ് വേർ പ്രീവിയസ്ലി ഇഷ്യൂഡ് സെക്യൂരിറ്റി ആർ ബോട്ട് ആൻഡ് സോൾഡ് എമംഗ് ഇൻവെസ്റ്റേഴ്സ്. എന്റെ കമ്പനിയുടെ സെക്യൂരിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയർ എന്ത് ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട്, ഷെയർ മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അതെന്ത് ചെയ്യാണ്? പ്രീവിയസ്ലി ഇഷ്യൂ ചെയ്ത എന്റെ കമ്പനിയുടെ ഷെയർ ഒരാൾ വാങ്ങിയിട്ടുണ്ട്. അതെന്ത് ചെയ്യാണ്? അയാൾ എന്ത് ചെയ്യണം? മറ്റൊരാൾക്ക് വിൽക്കുകയും മറ്റൊരാളിൽ നിന്ന് വാങ്ങുകയും ചെയ്യുന്ന മാർക്കറ്റിനെ എന്ത് പറയാ? സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി ടു ഇൻവെസ്റ്റേഴ്സ് ആൻഡ് റിഫ്ലക്ട് ദ ട്രൂ മാർക്കറ്റ് വാല്യൂ ഓഫ് സെക്യൂരിറ്റി. ഇത് എന്തുണ്ട്? ഇൻവെസ്റ്റേഴ്സിന് ലിക്വിഡിറ്റി നൽകുന്നത്. കുറെ ആൾക്കാർ ഷെയർ എടുത്ത് വെച്ചിട്ടുണ്ടാവും, അവരുടെ കയ്യിൽ പിന്നെ പണം കണ്ടെത്താൻ എന്ത് ചെയ്യണം? അത് വിൽക്കണം, അല്ലെങ്കിൽ മറ്റൊരാൾ വാങ്ങണം. ഓക്കെ, അതെന്ത് ചെയ്യുന്നുണ്ട്? സെക്യൂരിറ്റിയുടെ ട്രൂ മാർക്കറ്റ് വാല്യൂ റിഫ്ലക്ട് ചെയ്യുന്നത്. ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് ഫെസിലിറ്റേറ്റ് ദിസ് ട്രാൻസാക്ഷൻ. ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഓവർ ദ കൗണ്ടർ മാർക്കറ്റുമാണ് ഇതിന്റെ ട്രാൻസാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഒന്നാമത്തെ ഫീച്ചേഴ്സ് ട്രേഡിംഗ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി. ഇപ്പോൾ നൽകിയിട്ടുള്ള സെക്യൂരിറ്റി എന്ത് ചെയ്യാണ്? ട്രേഡ് ചെയ്യാം. ഒരു തവണ പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റി തന്നെ വീണ്ടും മറ്റൊരാളിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് എന്താ പറയുക? ട്രേഡിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി. ലിക്വിഡിറ്റി ടു പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഫോർ ഇൻവെസ്റ്റേഴ്സ് ടു ബൈ ആൻഡ് സെൽ സെക്യൂരിറ്റി എൻഷുറിംഗ് ലിക്വിഡിറ്റി ആൻഡ് പ്രൈസ് ഡിസ്കവറി. ഇത് ഇൻവെസ്റ്റേഴ്സിന് സെക്യൂരിറ്റി വാങ്ങാനും വിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതിലൂടെ ലിക്വിഡിറ്റിയും പ്രൈസ് ഡിസ്കവറി എൻഷുർ ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ഡ്രിവൺ പ്രൈസ്. സെക്യൂരിറ്റി പ്രൈസസ് ഫ്ലക്ച്വേറ്റ് ബേസ്ഡ് ഓൺ സപ്ലൈ, ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് സെന്റിമെന്റ്. ഇത് മാർക്കറ്റിന്റെ സപ്ലൈയുടെ ഡിമാൻഡിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ പ്രൈസ് ചില ഷെയറിന് കൂടുതൽ ഡിമാൻഡ് വരുമ്പോൾ അതിന്റെ പ്രൈസ് കൂടും. ഇന്റർമീഡിയറി ഈസ് ഇൻവോൾവ്ഡ്. ഇവിടെ ഇന്റർമീഡിയറീസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ബ്രോക്കേഴ്സ് ആൻഡ് ഡീലേഴ്സ് ഫെസിലിറ്റേറ്റ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ആരാണ്? ബ്രോക്കേഴ്സും ഡീലേഴ്സും. റെഗുലേറ്റഡ് ബൈ സെബി. സെബി ആണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഇൻസ്ട്രുമെന്റുകൾ, പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ് ഒന്ന് ഇക്വിറ്റി ഷെയർസ്, കോമൺ ആൻഡ് പ്രിഫേർഡ് ഷെയർസ് ഫോർ ഓഫ് കമ്പനി. കമ്പനിയുടെ കോമൺ ഷെയറും പ്രിഫേർഡ് ഷെയറുമാണ് ഇക്വിറ്റി ഷെയർസ്. ഡെപ്ത് ഇൻസ്ട്രുമെന്റ്, ബോണ്ട്, ഡിബഞ്ചേഴ്സ് ആൻഡ് ഗവൺമെന്റ് സെക്യൂരിറ്റി. ഡെറിവേറ്റീവ്സ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻ, സ്വാപ്സ് ആൻഡ് ഫോർവേഡ്. മ്യൂച്വൽ ഫണ്ട്, ETF, യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ആൻഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. ഫോറക്സ് ഇൻസ്ട്രുമെന്റ്, കറൻസി ട്രേഡഡ് ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഇൻസ്ട്രുമെന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ഇഷ്യൂവൻസ് ഓഫ് ന്യൂ സെക്യൂരിറ്റി ആണ് പ്രൈമറി മാർക്കറ്റ്. നിലവിൽ ഇഷ്യൂ ചെയ്ത പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്തത് വീണ്ടും ട്രേഡ് ചെയ്യുന്നതിന് ഏതാണ്? സെക്കൻഡറി മാർക്കറ്റ്. കമ്പനി റൈസ് ഫണ്ട് ബൈ ഇഷ്യൂയിങ് സെക്യൂരിറ്റി. കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ഫണ്ട് കണ്ടെത്താണ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നതിലൂടെ. ഇവിടെ കമ്പനി ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യുന്നില്ല, ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ആണ് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നത്. ഹെൽപ്സ് കമ്പനീസ് റൈസ് ന്യൂ ക്യാപിറ്റൽ. പുതിയ ക്യാപിറ്റൽ കണ്ടെത്തുന്നതിന് സഹായകരമാണ് കമ്പനിക്ക്. നോ ന്യൂ ക്യാപിറ്റൽ റൈസ്. ഇതിലൂടെ പുതിയ ക്യാപിറ്റൽ റൈസ് ചെയ്യില്ല. ഞാൻ എന്റെ കമ്പനിയുടെ ഷെയർ മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാളാണ് അത് വിൽക്കുന്നത്. അതിലൂടെ കമ്പനിക്ക് പുതിയ ക്യാപിറ്റൽ കണ്ടെത്താൻ. ഇൻവെസ്റ്റേഴ്സ് എക്സ്ചേഞ്ച് ഓണർഷിപ്പ്. ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യാണ്? ഓണർഷിപ്പ് എക്സ്ചേഞ്ച് ചെയ്യാണ്. സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് അറ്റ് എ ഫിക്സഡ് പ്രൈസ് ത്രൂ ബുക്ക് ബിൽഡിംഗ്. ഇതിലൂടെ സെക്യൂരിറ്റി എന്താണ്? ഫിക്സഡ് പ്രൈസിലാണ് വിൽക്കുന്നത് ത്രൂ ബുക്ക് ബിൽഡിംഗ്. പ്രൈസ് ഡിറ്റർമിൻഡ് ബൈ മാർക്കറ്റ് ഫോഴ്സ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് സെക്കൻഡറി മാർക്കറ്റ്. ഇന്റർമീഡിയറീസ്.
ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ആൻഡ് അണ്ടർറൈറ്റേഴ്സ് ആണ് ഇതിലെ ഇന്റർമീഡിയറീസ്. ബ്രോക്കേഴ്സ്, ഡീലേഴ്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെയാണ് ഇതിന്റെ ഇന്റർമീഡിയറീസ്. ഇനി അടുത്തത് റിസ്ക്. ഇൻവെസ്റ്റേഴ്സ് ടേക്ക് റിസ്ക് ബൈ പർച്ചേസിംഗ് ന്യൂ ഇഷ്യൂസ് വിത്തൗട്ട് പ്രിയർ മാർക്കറ്റ് ഡാറ്റ. നിലവിൽ ഒരു മാർക്കറ്റ് ഡാറ്റ ഒന്നും ഉണ്ടാവില്ല. ആ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റേഴ്സ് ആണ് ഇവിടെ റിസ്ക് എടുക്കുന്നത്. ലോവർ റിസ്ക് ആർ സെക്യൂരിറ്റീസ് ആൾറെഡി ഹാവ് ട്രാക്ക് റെക്കോർഡ് ഇൻ ദ മാർക്കറ്റ്. നമ്മളൊരു സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ ട്രാക്ക് റെക്കോർഡ് ഉള്ളതാണ് എടുക്കുക. അതുകൊണ്ട് തന്നെ റിസ്ക് കുറവായിരിക്കും. മാർക്കറ്റ് ടൈപ്പ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, മറ്റൊരുത്ത് എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, OTC മാർക്കറ്റ് ഒക്കെ. എക്സാമ്പിൾസ് IPO, FPO, റൈറ്റ് ഇഷ്യൂ, BSE, NSE, ഫോറക്സ് മാർക്കറ്റ് ഒക്കെയാണ് സെക്കൻഡറി മാർക്കറ്റിന്റെ എക്സാമ്പിൾസ്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻസ്ട്രുമെന്റ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ് പറയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.